സിറിയയിലെ ആസാദിന്റെ റെജീം വീണിരിക്കുന്നു. സിറിയൻ മിലിറ്ററി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ആസാദിന്റെ ഭരണം ജനങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സിറിയയിലെ ജനങ്ങൾ അടിച്ചമർത്തലിനെതിരെ, ഒപ്രസീവ് റെജീമിനെതിരെ നിരന്തര സമരത്തിലായിരുന്നു. ക്യാപിറ്റലായ ദമാസ്കസിന് ഏതാണ്ട് 60 കിലോമീറ്റർ അകലെ വരെ ഇന്നലെയോടെ സമരം ചെയ്ത ജനങ്ങൾ എത്തിയിരുന്നു. ഇപ്പോഴിതാ ഏതാനും നിമിഷം മുമ്പ് വാർത്ത വന്നിരിക്കുകയാണ് ക്യാപിറ്റൽ ദമാസ്കസും ജനങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന്. 2011 അറബ് സ്പ്രിംഗിൽ റഷ്യയുടെയും ചൈനയുടെയും ഇറാന്റെയും പിൻബലത്തോടെ പിടിച്ചു നിന്നതായിരുന്നു ആസാദ്. അന്ന് അറബ് സ്പ്രിംഗ് ജനമുന്നേറ്റം നടന്ന സിറിയ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലെയും അടിച്ചമർത്തലിനെ ജനങ്ങൾ വലിച്ചു താഴെയിട്ടതായിരുന്നു. എന്നാൽ സ്വന്തം രാജ്യത്തെ 1,00,000-ലധികം ആളുകളെ കൊന്നൊടുക്കുകയാണെങ്കിലും ആസാദ് പിടിച്ചു നിന്നു. ഇപ്പോഴിതാ ഏകാധിപതി ആസാദിനെ അവസാനം ജനശക്തിയുടെ മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നിരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ ഏകാധിപത്യ ഭരണങ്ങൾക്കുമുള്ള വലിയ മുന്നറിയിപ്പാണ് ഇത്. ഈ സംഘർഷത്തിൽ, ഈ പോരാട്ടത്തിൽ വളരെയേറെ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടുവെങ്കിലും, വളരെയേറെ അടിച്ചമർത്തലുകൾ സഹിച്ചുവെങ്കിലും ജനങ്ങൾ പിന്നോട്ട് മാറാൻ തയ്യാറായില്ല. അവസാനം പല ശക്തരായ വിദേശ രാജ്യങ്ങളുടെയും പിന്തുണ ഉണ്ടായിട്ട് പോലും സ്വന്തം രാജ്യത്തെ ജനശക്തിയുടെ മുൻപിൽ ആസാദിന്റെ ഭരണകൂടം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുന്നു. ജനങ്ങളെ അടിച്ചമർത്തി, അവരെ കൊന്നൊടുക്കി, പരസ്പരം പോരടിപ്പിച്ച് എന്നും ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്ന മൂഢന്മാരായ എല്ലാ ഏകാധിപതികൾക്കുമുള്ള വലിയൊരു മുന്നറിയിപ്പാണ് സിറിയയിലെ ജനങ്ങളുടെ ഈ വിജയം. ഇനി മുന്നോട്ട് ഒരു ജനാധിപത്യ രാജ്യമായി ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഭരണകൂടം സിറിയയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.